ഒളിച്ചോടി പോയതായിട്ടോ അല്ലെ അവിഹിതത്തിൽപ്പെട്ടതായിട്ടുള്ള ആളുകളുടെ പൂർവ്വ ഹിസ്റ്ററി പരിശോധിച്ചാൽ അവരിൽ വ്യക്തമാക്കുവാനായിട്ട് സാധിക്കും ഇവർക്ക് കിട്ടുന്നത്. കാരണം നിരന്തരമായിട്ട് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ തള്ളിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ അവിഹിതത്തിന്റെയും ഒളിച്ചോട്ടത്തിന്റെയും ഒക്കെ കഥകളാണ്. അതാണ് അവരെ അങ്ങനെ പറയരുത്. ഒരു ചെറിയ പെമ്പിള്ളേരെ ആമ്പിള്ളേര് സീരിയൽ കാണുന്നില്ല. സാധാരണ സ്ത്രീകളാണ് കൂടുതൽ സീരിയൽ ഉണ്ട്. ആരും ഒളിച്ചോടി പോയി സീരിയൽ കണ്ടിട്ടല്ല. സീരിയൽ കണ്ടിട്ട് പിള്ളേർ ഒളിച്ചോടി പോടുന്ന പറയണേ. ഇങ്ങൊരു ഇത് എവിടെ നിന്ന് വരുന്നത് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും സീരിയൽ കാണുന്നില്ല. ഈ പറഞ്ഞു ഞാനും സീരിയൽ ഞാൻ കണ്ടായിരുന്നു. പണ്ടൊക്കെ നമ്മുടെ ദൂരദർശനിൽ അന്ന് TV കാണാനുള്ള ഒരു അവസരമാണ്. അത് സീരിയലല്ല, എന്ത് തേകയില്ല നമ്മളിത് കാണും. അന്ന് വേറെ ചാനൽസ് ഒന്നും ഇല്ല എന്റെ കുട്ടിക്കാലത്തൊന്നും. അന്ന് ഞാൻ ഓർക്കുന്നത് ബീനാന്റിന്റെ തപസ്യ എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ് ഞാൻ. അതിലൊരു ഈ സീരിയൽ എഴുതി കാണിക്കും. മനോരമ വിഷന്റെ സീരിയലായിരുന്നു തപസ്യ. അതിൽ പ്രതാപചന്ദ്രനെ ബീനാന്റി കല്യാണം കഴിച്ച് കുടുംബത്തെ പ്രാരാബ്ദങ്ങൾ കൊണ്ടൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് കുറെ വർഷങ്ങൾക്ക് ശേഷം കണ്ട സീരിയലാണ് നമ്മുടെ ജ്വാലയായി. എനിക്ക് തോന്നുന്നു ഗൾഫിൽ ചെന്നപ്പോൾ റൂമിൽ വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ലാണ്ടിരിക്കും. അവിടെ റൂമിൽ മാനസപുത്രി എന്ന് പറഞ്ഞ സീരിയൽ വെക്കാറുണ്ട്. അത് കണ്ടിട്ടുണ്ട്. വേറെ ഒരു സീരിയലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ സീരിയൽ ഒരു മനുഷ്യനെ എത്രത്തോളം നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംവാദത്തിൽ ഇതൊക്കെ ശുദ്ധ മണ്ടത്തിലാണ്. അതൊന്നും മനുഷ്യന്മാർക്ക് അഫക്ട് ചെയ്യാൻ പോകുന്നില്ല. കാരണം അതൊക്കെ ജസ്റ്റ് എന്റർടൈൻമെന്റ് മാത്രം എടുക്കേണ്ട കാര്യമുള്ളൂ. സത്യം പറയാലോ, ഒരു സീരിയലിലെങ്കിലും ചാൻസ് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ. ആ സീരിയലിന് സിനിമ എനിക്ക് വേണ്ട, കാരണം സിനിമ കോമ്പറ്റീഷനാണ്. നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ശരിയാവില്ല. പക്ഷെ സീരിയൽ എന്ന് പറഞ്ഞാൽ എന്നും ജോലിയല്ലേ. 365 ദിവസം നമുക്ക് ജോലിയാണ്. നമുക്ക് ജീവിച്ചു പോലെ ഒരു മെഗാ സീരിയൽ കിട്ടിയാൽ മതി. ഞാൻ അതിനു വേണ്ടി പല ആൾക്കാരുടെ ഞാൻ മുട്ടിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സീരിയലിനെ തള്ളി പറയാൻ ഞാനില്ല. എന്തെങ്കിലും ഒരു ചാൻസ് എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സീരിയൽ ഞാൻ കാണുന്നത്. ഞാൻ സീരിയൽ കാണാറില്ലെങ്കിലും അത് ജീവിതമാർഗമായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർ ജീവിച്ചോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമായി കണ്ടാൽ മതി. ആരെ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്ന സീരിയൽ കാണാനായിട്ട്?